ശാപവും അനുഗ്രഹവും ഉണ്ടോ എന്നറിയാൻ, if you want to know if there is a blessing or a curse, അവർ കഴിഞ്ഞ തലമുറയിലെ രണ്ട് വ്യക്തികളെ പഠിച്ചു. he studied the life of two people in the previous generation. ശാപവും അനുഗ്രഹവും ഉണ്ടോ എന്നറിയാൻ, to know if there is a curse and a blessing. ഞാൻ ഓൾറെഡി പറഞ്ഞു, ശാപം എന്ന് പറഞ്ഞാൽ ദൈവിക സമൃദ്ധി ഇല്ലാത്തത്, ദൈവിക ജീവൻ ഇല്ലാത്തത്, ദൈവത്തിന്റെ അനുഗ്രഹം കാണാത്തത്. A life of a curse is a one without fruit, without the blessings of the Lord. അതുകൊണ്ട് അവർ അമേരിക്കയിൽ രണ്ട് കുടുംബങ്ങളെ പഠിച്ചു. So they studied the lineage of two families in the United States. ഒന്ന് ജോനാഥാൻ എഡ്വാർഡ് എന്ന് പറയുന്ന നമ്മളെ പോലെ യേശുവിനെ സ്നേഹിച്ച ഒരു വിശ്വാസിയുടെ കുടുംബം. One of them was Jonathan Edwards, somebody who loved the Lord Jesus. രണ്ടാമത്തെ ആള് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന, സയൻസ് ആണ് എല്ലാത്തിനും കാരണമെന്ന് വിശ്വസിക്കുന്ന, ദൈവം ഇല്ലെന്ന് പറയുന്ന മാക്സ് ഡ്യൂക്ക്. Max Duke was an atheist who was the next person that we are going to study. ജോനാഥാൻ എഡ്വാർഡ് ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. Jonathan Edwards was a disciple of the Lord Jesus. വചനം വായിക്കും. He used to read the Bible. പാട്ട് പാടും. He used to sing songs of praise. സഭയിൽ പോകും. He used to have fellowship with the church. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുന്ന സമയമായപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൊച്ചിനെ ഭാര്യയായി സ്വീകരിച്ചു. And because he was a believer, he got married to another believer. അവർക്ക് ദൈവം 1394 സന്തതി പരമ്പരകൾ, അതായത് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെ എല്ലാം കൂടെ ചേർത്ത് 1394 പേർ. 1394 descendants did Jonathan Edwards have. അവരുടെ മക്കളുടെ കാര്യമല്ല, മക്കളെ കൊച്ചുമക്കളെ തലമുറകൾ അങ്ങനെ മാറി. I'm talking about their generations. എന്നിട്ട് അവരെ എല്ലാം കൂടെ പഠിച്ചു. And they studied all their lifestyle. അതിനകത്ത് 295 പേർ ഹയർ എഡ്യൂക്കേഷൻ നേടിയവരാണ്. 295 descendants of Jonathan Edwards acquired higher education. 65 പേര് പ്രൊഫസേഴ്സ് ആയിരുന്നു. 65 of their descendants became professors in 30 university. പേർ ജഡ്ജസ്മാരായിരുന്നു. 30 of them became judges. 56 പേർ ഇദ്ദേഹത്തെ പോലെ ഡോക്ടേഴ്സ് ആയിരുന്നു. 56 of their descendants became doctors. 2 പേർ അമേരിക്കൻ ട്രഷറിയുടെ ഗവർണേഴ്സ് ആയിരുന്നു. 2 of Jonathan Edwards' descendants became the treasury of the American government. 3 പേർ അമേരിക്കയിലെ ഗവർണേഴ്സ് ആയി. 3 of them became the governors in the United അതിനകത്ത് States. സെനറ്റേഴ്സ് ഉണ്ടായിരുന്നു. They were senators in their generations. അതിനകത്ത് മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. There were medical doctors among his descendants. അമേരിക്കൻ വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. There were vice presidents from the lineage of Jonathan. മിഷണറിമാരുണ്ടായിരുന്നു. There were hundreds of missionaries from his family. ഒരു സന്തോഷ വാർത്ത. And another good news. അവരിൽ ഒരു ഡ്രഗ് അഡിക്ട്സ് പോലും ഇല്ലായിരുന്നു. None of his descendants were drug addicts. ഒരു കുറ്റവാളി ഇല്ലായിരുന്നു. There was not a criminal in their descendants. നീ ഇന്ന് യേശുവിന് വേണ്ടി എടുത്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് ഇവിടം കൊണ്ട് തീരുവല്ല, ജനിച്ചതിനെയും ജനിക്കാൻ പോകുന്നതിനെയും തൊടുന്നതാണ് ആ സ്റ്റെപ്പ്. When you believe in the Lord Jesus, the blessing of heaven is not just for you but for the generations to come after you. എന്നാൽ എയ്ത്തിസ്റ്റ് മാക്സ് ഡ്യൂക്കിന്റെ മക്കൾ, Now let's look at Max Duke and his family. ദൈവം ഇല്ലെന്ന് വിശ്വസിച്ചു. The Max Duke was an atheist. ഈ കള്ളത്തരമാണെന്ന് വിശ്വസിച്ചതെല്ലാം. He did not believe in the Bible. പ്രാർത്ഥന കള്ളത്തരമാണ്. But there is no truth in the prayer life. ഇതെല്ലാം ഉഡായിപ്പാണെന്ന് വിശ്വസിച്ചു. He thought all this is a big conspiracy. അങ്ങനെ തന്നെയുള്ള ഒരു പെണ്ണിനെ അദ്ദേഹത്തിന് ഭാര്യയായി കിട്ടി. And Max Duke ended up marrying another atheist like himself. അവർക്ക് 560 തലമുറകൾ ഉണ്ടായി. They had 560 generations, children and grandchildren. അതിനകത്ത് 310 പേർ ദരിദ്രരായി മാറി. There were 310 people who were paupers. അവർ 150 പേർ ക്രിമിനൽസ് ആയി മാറി. There were 150 descendants of Max Dukes who became criminals. കുറ്റവാളികളായി. Criminals. Yes. 100 പേർ മദ്യപാനികളായി മാറി. 100 people became alcoholics. അവരുടെ പല പെൺകുഞ്ഞുങ്ങളും പ്രോസ്റ്റിറ്റ്യൂഷൻ, വ്യഭിചാരം ചെയ്യാനായി. Many of his descendants, daughters and granddaughters became prostitutes. ഇവരുടെ മക്കളെ തീറ്റിപ്പോറ്റാൻ 4 കോടി രൂപ അമേരിക്കൻ ഗവൺമെന്റിന് ചെലവായി. ജയിലിൽ To take care of all these criminals from his generations, the government of United States had to spend $40 million. ദൈവത്തെ വേണ്ടാന്ന് പറഞ്ഞവന്റെ തലമുറ ഗവൺമെന്റിന് ഭാരമായി മാറി. The family who betrayed God, denied God, became a liability to the government.
ദൈവമില്ലെങ്കിൽ ശാപം നിന്റെ വീട്ടിലുണ്ടാകും. If there is no Jesus, your house will be full of curses. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവന്റെ തലമുറ രാജ്യത്തിനൊരു അനുഗ്രഹമായി But Jesus in the family makes you a blessing to the generations and the nations. ഞാൻ എന്തിനാണ് ജോനാഥൻ എഡ്വാർഡിന്റെയും മാക്സ് ഡ്യൂക്കിന്റെയും കാര്യം ഇവിടെ പറഞ്ഞത്? Why did I tell you about Jonathan Edwards and Mac Dukes? ഇന്ന് പകലിൽ നിന്റെ കുടുംബത്തിന്റെ അനന്തരാവകാശികൾ തലമുറകൾ നാളുകളിൽ നീ രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുമെന്ന് കണ്ടോണ്ട് ഒരു ദാമയം പറയാൻ തയ്യാറാണ്. I want you to stand on your feet and declare prophetically that your generations shall be lawmakers in the nations and nation changers across the world. ഞാൻ വിശ്വസിക്കുന്നു I believe യേശുവേ എന്ന് വിളിക്കുന്ന നിന്റെ തലമുറ നശിക്കത്തില്ല. that those who call on the name of the Lord shall be saved. നിന്റെ കുടുംബം നശിക്കത്തില്ല. Your family shall be saved. ജോനാഥൻ എഡ്വേർഡിന്റെ കാര്യത്തെ പറ്റി അദ്ദേഹത്തെ കുടുംബത്തെ പറ്റി ഇന്ന് നിജുപാസ് പ്രസംഗിച്ചതുപോലെ നിന്റെ തലമുറയെ പറ്റി നാളെ രാജ്യങ്ങൾ പ്രസംഗിക്കും. I prophesy your generation shall be like a generation of Jonathan Edwards. I prophesy in Jesus' name.